ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി 2025-26 അധ്യയന വർഷത്തേക്കുള്ള PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിവിധ കോഴ്സുകൾക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. വിദ്യാർത്ഥികൾക്ക് ഇതിനെ എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷനാണ്. അപ്പോൾ വിശദമായി വിട്ടു പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർപ്പെടുത്താൻ. അപ്പോൾ നേരത്തെ കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ PG അതേപോലെ തന്നെ വിവിധ ഇൻ്റഗ്രേറ്റഡ് PG, അതായത് പ്ലസ് ടുക്കാർക്കും അതേപോലെ തന്നെ ഡിഗ്രിക്കാർക്കും അഡ്മിഷൻ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷയായിട്ടുള്ള CUCET 2025 ഓൾറെഡി അപേക്ഷ വിളിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ഇവിടെ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇനിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അല്ലെങ്കിൽ PG കോഴ്സുകൾക്ക് അപേക്ഷ കൊടുക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി കേരള യൂണിവേഴ്സിറ്റിയാണ്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. പല വിദ്യാർത്ഥികളും മനസ്സിലാക്കാത്ത കാര്യമാണ്, അതായത് ഡിഗ്രി റിസൾട്ട് വന്നതിന് ശേഷം PG അപേക്ഷ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു ധാരണയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള, അതായത് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള ഒട്ടുമിക്ക കോഴ്സുകളും നേരത്തെ തന്നെ അപേക്ഷ വിളിക്കുകയും അതേപോലെ തന്നെ അഡ്മിഷൻ പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികൾക്ക്, അതായത് എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ട് ആ എൻട്രൻസ് പരീക്ഷയിൽ ലഭിക്കുന്ന റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള വേക്കൻസികളോട്ട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പലരും മനസ്സിലാക്കാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിലവിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഏകദേശം 70-നടുത്ത് സബ്ജക്റ്റുകളാണ് ഇപ്പോൾ PG അഡ്മിഷന് വേണ്ടി കേരള യൂണിവേഴ്സിറ്റി അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ ഓരോ കാര്യം നമുക്ക് നോക്കാം. അതിനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് വിദ്യാർത്ഥികൾ നോട്ട് ചെയ്ത് വെക്കുക. admissions.keralauniversity.ac.in എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഒരു പ്രോസ്പെക്ട്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം എത്രയാണ് കോഴ്സുകൾ അതേപോലെ തന്നെ ഇതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നോട്ടൊരു ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ 30/4/2025 വരെയാണ്. അതായത് ഏപ്രിൽ 30 വരെ ടൈമുണ്ട്. അതുകൊണ്ട് തിരക്ക് പിടിച്ച് വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്ത് മിസ്റ്റേക്ക് വരുത്തരുത്. അപ്പോൾ 30/4/2025 വരെ ഡേറ്റ് ഉണ്ട്. അതുപോലെ എൻട്രൻസ് എക്സാമിൻ്റെ ഡേറ്റ് 19/5/2025 മുതൽ 25/5/2025 വരെയാണ്. അപ്പോൾ ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിച്ചാൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഏത് ഡേറ്റിലാണ് എക്സാം എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും 19 മുതൽ 25 ഇടയിലാണ്. അപ്പോൾ അതിനിടയിലുള്ള ഈ ഒരു കൃത്യമായിട്ടുള്ള സമയം വിദ്യാർത്ഥികൾ ജസ്റ്റ് പ്രീവിയസ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് 100 ക്വസ്റ്റ്യൻസ് ആണ്. അത് 100 മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും, അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിന് ഓരോന്നിനും 1 മാർക്ക് വീതമായിരിക്കും. തെറ്റിയാൽ അതായത് ജസ്റ്റ് 3 മാർക്ക്, അതായത് ജസ്റ്റ് 0.25 ആ രീതിയിൽ മൈനസ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഒരു ക്വസ്റ്റ്യന്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മൈനസ് മാർക്ക് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ PG എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുവാനും യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ടോപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുവാനും പഠിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതിൻ്റെ കാര്യം ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ നമുക്ക് കോഴ്സുകൾ നോക്കാം. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ഏറ്റവും നല്ല ഫെസിലിറ്റിയോടുകൂടെ, ക്യാമ്പസോടുകൂടെ ഏറ്റവും നല്ല ഫാക്കൽറ്റി, ഏറ്റവും നല്ല ലൈബ്രറി ഉൾപ്പെടെയുള്ള ക്യാമ്പസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ലഭിച്ചുകൊണ്ട് പഠിക്കുവാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ് PG, അതായത് എൻട്രൻസ് എക്സാം അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്വാഭാവികമായിട്ടും മറ്റു അഫിലിയേറ്റഡ് കോളേജിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യത്തോടു കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതേപോലെ ഡിഗ്രിക്ക് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എൻട്രൻസ് പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അതുകൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്കും ഏറ്റവും കൂടുതൽ സാധ്യത അത് PG വളരെ സ്റ്റാൻഡേർഡായിട്ട് പഠിക്കാൻ സാധിക്കുന്ന ഒരു അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായിട്ട് അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഏതൊക്കെ കോഴ്സുകൾ നോക്കാം. ഏകദേശം 66ഓളം കോഴ്സുകൾ ഈ വിഭാഗത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ആർട്സ് വിഭാഗത്തിൽ മാത്രം നമ്മൾ നോക്കേണ്ടത്, ആർട്സ് വിഭാഗത്തിൽ മാത്രം ഏകദേശം 23 സബ്ജക്റ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും സീറ്റ് ഉൾപ്പെടെയുള്ള കാര്യം ഈ ഒരു പ്രോസ്പെക്ട്സ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ MA അറബിക്ക്, ആർക്കിയോളജി, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, എക്കണോമിക്സ് ഞാനെല്ലാം വായിക്കുന്നില്ല, ഹിന്ദി, ഹിസ്റ്ററി, അതായത് ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളും ആർട്സ് വിഭാഗത്തിലെ ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സയൻസ് വിഭാഗത്തിലാണെങ്കിൽ MSc ആക്ച്വൽ സയൻസ്, അപ്ലൈഡ് സൈക്കോളജി, കെമിസ്ട്രി, അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് മുഴുവൻ കോഴ്സുകളും, അത് സയൻസ് വിഭാഗത്തിൽ ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളും, മാത്തമാറ്റിക്സ് ഉൾപ്പെടെയുള്ള ഫിസിക്സ് ഉൾപ്പെടെയുള്ള മുഴുവൻ കോഴ്സുകളും ഈ ഒരു സുവോളജി ഉൾപ്പെടെയുള്ള 34 സബ്ജക്റ്റുകൾ സയൻസ് വിഭാഗത്തിൽ മാത്രം
ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി കൊമേഴ്സ് വിഭാഗത്തിലാണെങ്കിൽ അതായത് M.Com മാത്രം വിവിധ സ്ട്രീമുകൾ, അതായത് M.Com ഫൈനാൻസ്, അതേപോലെ M.Com ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻസ്, M.Com ബ്ലൂ എക്കണോമിക് ആൻഡ് മെരിടൈം ലോ, അതേപോലെ M.Com റൂറൽ മാനേജ്മെൻറ്റ്. അപ്പോൾ M.Com തന്നെ ഏകദേശം 4 സ്പെഷ്യലൈസേഷനാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ കേരള യൂണിവേഴ്സിറ്റി കീഴിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവിധ സാധ്യതകളാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. ഇനി അതേപോലെ തന്നെ MSW, അതേപോലെ തന്നെ മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം MCJ ജേർണലിസം ഈ PG വിഭാഗത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ മാസ്റ്റർ ഓഫ് ലൈബ്രറി സയൻസ്, ഇനി കൂടാതെ M.Ed വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് M.Ed കോഴ്സും, അതായത് B.Ed കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം M.Ed കോഴ്സും ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ എൻട്രൻസ് പരീക്ഷ വഴി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഇനി അതേപോലെ LLM, അതായത് മാസ്റ്റർ ഓഫ് ലോസ്, ഇനി അതേപോലെ MBA എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം KMAT, അതേപോലെ CMAT അല്ലെങ്കിൽ KT ക്ലിയർ ചെയ്തവർക്കാണ് MBA ഈ ഒരു കോഴ്സ് ഈ ഒരു കോഴ്സിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുക. ഇനി അതേപോലെ തന്നെ ഇത്രയും കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. ഇനി അതേപോലെ ഫീസ് ശ്രദ്ധിക്കുക. അപേക്ഷയിലോട്ട് പോകുന്നതിന് മുമ്പ് ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് ഫീസ് 2000 രൂപയും അതേപോലെ SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 1000 രൂപയാണ് ഫീസ് വരുന്നത്. ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റ് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റിനും 105 രൂപ എക്സ്ട്രാ നിങ്ങൾ കൊടുക്കണം. ഉദാഹരണത്തിന് 3 സബ്ജക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു സബ്ജക്റ്റിന് വരെ 2000 രൂപയാണ്. ഇനി അതിൻ്റെ കൂടെ 3 സബ്ജക്റ്റ് എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ 3 × 105 എന്ന രീതിയിൽ ഓരോ സീറ്റിനും ഓരോ സബ്ജക്റ്റിനും 105 രൂപ അഡീഷണൽ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സാണ്, ആ കോഴ്സിന് മാത്രം നിങ്ങൾ കൊടുക്കുക. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സുകൾ 2-3 ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആ രീതിയിൽ കൊടുക്കേണ്ടത്. ഇനി അതുപോലെ എൻട്രൻസ് എക്സാം കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സെൻറ്റർ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇനി ഓരോ കോഴ്സുകളുടെയും ഓരോ സബ്ജക്റ്റിൻ്റെയും സീറ്റുകളുടെ വേക്കൻസി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഈ ഒരു 27ാമത്തെ പേജിൽ കാണാം. അതായത് MSc, MA അറബിക്ക്, MA ബയോ കെമിസ്ട്രി, അപ്പോൾ ഓരോന്നിനും ഓൾമോസ്റ്റ് 15, 10, 20 ഈ ഒരു കാറ്റഗറിയിലാണ് സീറ്റ് വരുന്നത്. അപ്പോൾ എല്ലാ സബ്ജക്റ്റുകളുടെയും സീറ്റ് വേക്കൻസി കൂടി നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം നിങ്ങളുടെ അതായത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ ഫീസ് വളരെ പരിമിതമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൊടുത്ത് പഠിക്കാൻ സാധിക്കുന്ന ഒരു അവസരമാണ്. ഇനി അപേക്ഷ കൊടുക്കാൻ വേണ്ടി വീണ്ടും admissions.kerala-university.ac.in എന്നൊരു ഒഫീഷ്യൽ ഹോം പേജിൽ വന്ന് ഇവിടെ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ സാധിക്കും. അതുപോലെ തൊട്ടതായ ആപ്ലിക്കൻ്റ് ലോഗിൻ കാണാൻ സാധിക്കും. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ലഭിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള അതേപോലെ എക്സാം റിസൾട്ട്, റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യം നിങ്ങൾക്ക് ഈ ഒരു പേജിൽ വന്ന് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ രജിസ്ട്രേഷനിൽ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നോർമലായിട്ടുള്ള നെയിം ഓഫ് അപ്ലിക്കൻ്റ് നിങ്ങൾ SLC ബുക്കിൽ അതേ രീതിയിൽ നിങ്ങൾ ഡാറ്റകൾ നിങ്ങൾ എൻ്റർ ചെയ്യുക. ഒരിക്കലും തെറ്റ് വരുത്തരുത്. അപ്പോൾ SLC ബുക്കിൻ്റെ അതേ ഫോർമാറ്റിൽ സ്പെല്ലിംഗ് കറക്റ്റ് ശ്രദ്ധയോടെ മാത്രം നിങ്ങൾ കൊടുക്കുക. അതേപോലെ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. മൊബൈൽ നമ്പർ ഇപ്പോൾ ഉപയോഗിക്കുന്ന നിങ്ങൾ കൈവശമുള്ള മൊബൈൽ നമ്പർ തന്നെ നിർബന്ധമായും കൊടുക്കുക. വേറെ എവിടെയെങ്കിലും ഔട്ട്സൈഡ് പോയി ചെയ്യുന്നവർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കൊടുക്കുക. ഇമെയിൽ ID ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ID തന്നെ കൊടുക്കുക. അതേപോലെ ലാസ്റ്റ് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നാമതായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ പാസ്വേഡ്, അതായത് നിങ്ങൾ ജസ്റ്റ് പാസ്വേഡ് കാര്യങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെ കാര്യം നിങ്ങൾക്ക് അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ഇനി അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതേപോലെ തന്നെ അക്കാഡമിക് ഡീറ്റെയിൽസും അക്കാഡമിക് ഡീറ്റെയിൽസ് നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റാണ് കൊടുക്കുന്നത് ആ സബ്ജക്റ്റ് ഉൾപ്പെടെയുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യുന്നു. ശേഷം നിങ്ങൾ അത് പേയ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്ത് ജസ്റ്റ് നോർമലായിട്ടില്ല നേരത്തെ CUCT അപേക്ഷ അതേ രീതിയിൽ തന്നെ ജസ്റ്റ് നോർമലായിട്ടൊരു പ്രൊസീജിയർ മാത്രമാണ്. വിദ്യാർത്ഥികൾക്ക് ഇതിന് വളരെ എളുപ്പത്തിൽ മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഏതാണ് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അത് കൃത്യമായിട്ട് പ്രോസ്പെക്ട്സ് നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് തയ്യാറാക്കിയതിനു ശേഷം വളരെ എളുപ്പത്തിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുത്തിടുക. ഇനിയും നിങ്ങൾ ലേറ്റ് ആക്കരുത്. ഈ മാസം ലാസ്റ്റ് വരെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കാരണം വളരെ പ്രധാനപ്പെട്ട കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെൻറ്റ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സാധ്യതകൾ നിങ്ങൾക്കുള്ള അവസരമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ വളരെ എളുപ്പത്തിൽ തെറ്റുകൂടാതെ നിങ്ങൾ അപേക്ഷ കൊടുക്കുകയും അതിനുശേഷം നിങ്ങൾ കൃത്യമായിട്ടൊരു പ്രിപ്പറേഷൻ കൂടി നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നടത്തുക. വെറുതെ പരീക്ഷ അപ്ലൈ ചെയ്തതിന് ശേഷം വെറുതെ പോയിട്ട് എഴുതുന്നതിന് പകരം കൃത്യമായിട്ടൊരു പ്രിപ്പറേഷൻ കൂടി ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ നിങ്ങൾക്ക് 2 വർഷത്തെ PG നിങ്ങൾക്ക് പഠിച്ചിറങ്ങാനും ഉന്നതമായിട്ടുള്ള പല ബാങ്കിലും നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അപേക്ഷ സമർപ്പിക്കുക. ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തിലെയും കേരളത്തിന് പുറമേയുള്ള കോഴ്സുകൾ, അത് യൂണിവേഴ്സിറ്റികളും കോഴ്സുകളും സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് രശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.